കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ യാത്രയറിയിപ്പിന് തൊട്ടുമുമ്പ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ ഫോണിൽ നിന്ന് 4 തവണ കളക്ടറെ വിളിച്ചിട്ടുണ്ടെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് തെളിയിക്കുന്നത് വലിയ ഗൂഢാലോചന തന്നെയാണ്. ചടങ്ങ് തുടങ്ങിയോ എന്നറിയാൻ ദിവ്യയുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കളക്ടറുടെ CA വിളിച്ചെന്നാണ് റിപ്പോർട്ട്. കളക്ടറും ദിവ്യയെ കൈവിട്ടുവെന്നതാണ് റിപ്പോർട്ടിലെ യാഥാർത്ഥ്യം. എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി ദിവ്യയാണെന്ന് കളക്ടർ മൊഴി നൽകി. മറ്റൊരു പരിപാടിയിലായതിനാൽ വൈകിയാലും ചടങ്ങിനെത്തുമെന്ന് 3:13 ദിവ്യ കളക്ടറെ വിളിച്ചറിയിച്ചു. അപ്പോഴവരെ താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കളക്ടറുടെ മൊഴി. റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചു. അതായത് എല്ലാം മനസ്സിൽ ഉറപ്പിച്ചാണ് ദിവ്യ എത്തിയതെന്ന് വ്യക്തം. തൽക്കാലം ഈ റിപ്പോർട്ടിൽ ദിവ്യ പ്രതികരണം നടത്തില്ല. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ് പറയുന്നു. കൊലപാതകമെന്ന് വിശ്വസിക്കുകയാണ് കുടുംബം. എന്തായാലും നവീൻ ബാബു എന്ന പച്ചയായ മനുഷ്യനെ മരണത്തിന് എറിഞ്ഞുകൊടുത്തത് ആസൂത്രിത നീക്കത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാകുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട്. വഴിയെ പോകുന്നതിനിടയിലാണ് യാത്രയറിയിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതെന്ന് പറഞ്ഞായിരുന്നു ചടങ്ങിൽ ദിവ്യയുടെ പ്രസംഗം. ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. കളക്ടറോ കളക്ടറേറ്റിലെ ഏതെങ്കിലും ജീവനക്കാരനോ ദിവ്യയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും തെളിവൊന്നുമില്ല. യാത്രയറിയിപ്പ് അനൌദ്യോഗിക ചടങ്ങായതിനാൽ ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പിട്ടെന്നു മാത്രമാണ് സ്റ്റാഫ് സെക്രട്ടറിയുടെ മൊഴി. ഇതും ദിവ്യയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതാണ്. അതായത് നവീൻ ബാബുവിനെ അപമാനിക്കാനുള്ള ബോധപൂർവ ശ്രമം ചിലരുടെ ഭാഗത്തുണ്ടായി എന്നാണ് സൂചന. കളക്ടറും നവീൻ ബാബുവുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. അവധി നൽകുന്നതിൽ പ്രശ്നമുണ്ടായി. ഇത് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴിയായി നൽകി. പത്തനംതിട്ടയിലെ സ്ഥലമാറ്റം വൈകിപ്പിക്കാനും ശ്രമമുണ്ടായി എന്ന CA പറയുന്നു. പെട്രോൾ പമ്പ് ഇടപാടിൽ പ്രശ്നമുണ്ടെന്ന് തന്നോട് പറഞ്ഞുവെന്ന് കളക്ടർ മൊഴി നൽകി. തെറ്റുപറ്റിയെന്ന് പറഞ്ഞുവെന്ന് വിശദീകരണക്കുറിപ്പിലും പറയുന്നു. എന്നാൽ ഇതിനൊന്നും തെളിവില്ല. അന്വേഷണ റിപ്പോർട്ടിൽ അഴിമതിക്ക് തെളിവില്ലെന്ന് പറയുന്നുണ്ട്. അതായത് നവീൻ ബാബു പറഞ്ഞതായി കളക്ടർ വിശദീകരിക്കുന്നത് പച്ചക്കള്ളം. ഇവിടെ ദിവ്യയെ രക്ഷിച്ചെടുക്കാനുള്ള കളക്ടറുടെ ശ്രമം പൊളിയുന്നുണ്ട്. യാത്ര അറിയിപ്പ് ദിവസം രാവിലെ 10:45 ജില്ലാ ആസൂത്രണ ഓഫീസിൽ നടന്ന ഐക്യദാർഢ്യ പക്ഷാചരണ ചടങ്ങിൽ കളക്ടറും ദിവ്യയും പങ്കെടുത്തിരുന്നു. പെട്രോൾ പമ്പിനുള്ള NOC നവീൻ ബാബു ബോധപൂർവം വൈകിപ്പിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് കളക്ടറോട് ദിവ്യ പറഞ്ഞു. രേഖാമൂലം പരാതിയോ തെളിവോ ഉണ്ടെങ്കിൽ നൽകാൻ കളക്ടർ പറഞ്ഞു. കൈവശം തെളിവില്ലെന്നും പരാതിക്കാരനോട് ചോദിക്കട്ടെയെന്നും ദിവ്യയും പറഞ്ഞു. ചടങ്ങിനെത്തിയ ദിവ്യ ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചു. പിന്നീട് ഉപഹാര സമർപ്പണത്തിന് തൊട്ടുമുമ്പ് മൈക്ക് ഓണാക്കി പ്രസംഗിച്ചു. അതിനുശേഷം ഉടൻ സ്ഥലം വിട്ടു. അവരുടെ വാക്കുകൾ കേട്ട് നവീൻ ബാബു വിഷണ്ണനായി കാണപ്പെട്ടു. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യ എന്നാണ് സ്വകാര്യ ചാനൽ പ്രതിനിധികളുടെ മൊഴി. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിച്ച പോലീസ് സംഘം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ദിവ്യയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാണ്. നവീൻ ബാബുവിനെ അപമാനിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച ദിവ്യ യാത്രയറിയിപ്പ് ചടങ്ങിന് ക്ഷണമില്ലാതെ എത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീതയുടെ റിപ്പോർട്ടിൽ ദിവ്യക്കെതിരെയുള്ള മൊഴികളടക്കം പരിശോധിക്കുന്നുണ്ട്. യാത്രയറിയിപ്പ് ചടങ്ങിലേക്ക് യാദൃച്ഛികമായി ദിവ്യ വന്നതാണെന്ന വാദം തള്ളുന്നതാണ് ഈ മൊഴികൾ. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല. പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതിൽ കാലതാമസം വരുത്തിയതായി കണ്ടെത്താനായില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ചടങ്ങിന്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് മുൻകൈ എടുത്തത് ദിവ്യയാണെന്ന മൊഴിയും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ച് പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണെന്നും കണ്ണൂർ വിഷൻ പ്രതിനിധികൾ മൊഴി നൽകിയിട്ടുണ്ട്. വീഡിയോ പകർത്തിയ ആളുമായി യോഗത്തിന് ശേഷം ദിവ്യ സംസാരിച്ചെന്നും ഇവർ മൊഴി നൽകി.